ഹലോ. സോ ഇത് ആക്ച്വലി ഒരു വീഡിയോ ആണ്. കുറേ നാളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് ട്രൈ ചെയ്യാമെന്ന്. അതെ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ എനിക്ക് ബോറടിക്കും. കാരണം ഇവരും കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കളിച്ച് ചിരിച്ചൊക്കെ വീഡിയോ എടുക്കാം. എന്തെങ്കിലും പറ. എന്ത് പറയാനാ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പൊ എടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, പക്ഷെ കഴിക്കാൻ അറിയാം. പക്ഷേ ചേട്ടാ ആദ്യം തന്നെ പറഞ്ഞത് നമ്മളടുത്ത് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ വരാന്നാണ്. രണ്ടുപേരും ഇപ്പൊ ജിമ്മിൽ പോയി തുടങ്ങി. പക്ഷെ അതിൻ്റെതായ ക്ഷീണത്തിലാണ്. ജിതിൻചേട്ടന് ഇരിക്കാൻ വയ്യ. പിന്നെ ആർക്കിപ്പോ വീണ് ശീലമായതുകൊണ്ട് ഈ പെയിനൊന്നും ഏക്കാറില്ല. സോ വീഡിയോ പറയട്ടെ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ അപ്പൊ നമ്മള് കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ആവണിനെ ഞാൻ പിടിച്ച് ഇപ്പൊ അപ്പുറത്തൊന്നും ഇങ്ങനെ എടുത്തതാണ്. റൂമിന് സാധാരണ ഇറങ്ങാറില്ല. അപ്പൊ നമ്മൾ കട്ട്ലേറ്റ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങ്, രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്ത, രണ്ടില്ല, ഒരു 1.5 ഉരുളക്കിഴങ്ങ് മതി. ഇത് ചിക്കനാണ്. ചിക്കൻ ഒരു 500 ഗ്രാം അടുപ്പിച്ച് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തത്. ഇതൊരു ഇത് 3 വൈറ്റ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. 3 മുട്ടയുടെ വൈറ്റ് മാത്രമാണ് എടുത്തത്. പിന്നെ 2 സവാള, കുറച്ച് 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി, പിന്നെ കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക്, പിന്നെ കുറച്ച് ബ്രെഡ് പൊടി. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലെ കുറെ സ്റ്റോറീസ് ഒക്കെ നടന്നു. ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇതൊന്നും ഈ പാത്രത്തിൽ ഇല്ലായിരുന്നു ചിക്കൻ. എനിക്കൊരു മോനുണ്ട്. ആ മോൻ ഇത് മൊത്തം തിന്ന് തീർത്ത്. അപ്പം അപ്പൊ ഞാൻ ഒരു യൂട്യൂബറിനെ കൂടെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. എടുക്കാനായിട്ട് മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. സോ അങ്ങനെ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ആദ്യം തന്നെ എണ്ണ ചൂടാവണം. എണ്ണ ചൂടാതെ ഒരിക്കലും ഒന്നും തുടങ്ങരുത്. സവാള ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതും മീഡിയം സൈസ് സവാളയാണ്. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെയാണ്. സോ അതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വരണം. എന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാവുള്ളൂ. അത്യാവശ്യം വന്നതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക് അതായത് വെളുത്തുള്ളിയും ഇഞ്ചി കുഞ്ഞായിട്ട് അരിയണം, പച്ചമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് ഇതിൽ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഒന്ന് പിടിച്ച് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. നമ്മളൊരു മീഡിയം ഇതിലിട്ടിട്ട് എപ്പോഴും നമ്മൾ ഉണ്ടാക്കാവുള്ളൂ എന്ത് കറിയാണെങ്കിലും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പില നമ്മൾ ആഡ് ചെയ്യണം. കറിവേപ്പില ഭയങ്കര സ്മെല്ലും നല്ലൊരു രുചിയൊക്കെ നമുക്ക് ഏത് കറിയിലാണെങ്കിലും തരുന്നതാണ്. പിന്നെ നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. ആദ്യം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തന്നെ അതിൽ ചേർക്കാം. രണ്ടാമത് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. മൂന്നാമത് ഞാൻ ആഡ് ചെയ്യുന്നത് ഗരം മസാലയാണ്. ഗരം മസാല 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്ത്. കാരണം ഇതിന് ഭയങ്കര ഒരു പ്രത്യേക ഒരു രുചി തന്നെ കറിക്ക് തരാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗരം മസാല. നമുക്ക് മിക്ക കറിക്കകത്തും നമുക്ക് സ്പൈസി ആയിട്ടും നല്ല സ്മെല്ലൊക്കെ കിട്ടാനായിട്ട് ഗരം മസാല ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനൊരു 500 ഗ്രാം ചിക്കനാണ്, അതും ബോൺലെസ് ചിക്കനാണ് കേട്ടോ. പാക്കറ്റിൽ കിട്ടുന്ന ബോൺലെസ് ചിക്കനാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിലിട്ടോ അല്ലാതെയോ നമുക്ക് നല്ല ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ അതെല്ലാം കൂടെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കിയിട്ട് ഞാൻ പൊട്ടറ്റോയാണ് ചേർത്തത്. രണ്ടാമത് പൊട്ടറ്റോ എൻ്റെ ഒരു വലിയ പൊട്ടറ്റോ ഇരുന്നുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്തോളൂ. മീഡിയം സൈസൊക്കെ ആണെങ്കിൽ നമുക്കൊരു 2 പൊട്ടറ്റോ ഒക്കെ ചേർക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പൊട്ടറ്റോ ഇഷ്ടമല്ലാത്തവർ പൊട്ടറ്റോ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിത് എനിക്കും പൊട്ടറ്റോ വലിയ താല്പര്യമില്ല, പക്ഷെ ഞാനൊരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയോണ്ട് അത്യാവശ്യം പൊട്ടറ്റോ ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. സോ സോ നമ്മൾ അവസാനം എന്താ എഗ്ഗിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഇതാ എല്ലാവരും പറയാൻ പോലെ കുറച്ച് എടുക്കണം. ഓരോരുത്തരും ഓരോ ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പൊക്കെ മാറ്റണം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. എൻ്റെ ചേച്ചി പണ്ട് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഞാൻ ചേട്ടാ അവനൊന്ന് കാണിക്കുമോ ചേട്ടാ? ഓക്കെ. ഇത് ഉരുട്ടിയിട്ട് കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഷേപ്പ് ആക്കണം.
ഇതിങ്ങനെ ഷേപ്പ് ആക്കണം. അപ്പൊ കയ്യിലൊന്നും ഒട്ടുന്നില്ലെങ്കിൽ അതിനർത്ഥം ഇത് വെന്തിട്ടുണ്ടെന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിനകത്ത് ഇങ്ങനെ മുക്കണം. ഇത് മുട്ടയുടെ വെള്ളത്തിനകത്ത് മുക്കിയിട്ട് ഇതാ ഈ പൊടിക്കകത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇടണം. എന്നിട്ട് വെക്കണം. അങ്ങനെ ഇത് മൊത്തം ഇങ്ങനെ ഉരുട്ടി മുട്ടയുടെ വെള്ളത്തിനകത്ത് മുക്കി ഈ ബ്രെഡ് പൊടിക്കകത്ത് മുക്കി വെക്കണം. ചേട്ടാ എങ്ങനെയുണ്ട് ചേട്ടാ? കണ്ട ആശനം കഴിച്ചാ? കൊള്ളാവോ? ചീസ് ഇങ്ങനെ ഇറങ്ങി വരണം. ഒടിക്കുമ്പോ തന്നെ ചീസ് ഇങ്ങനെ ഒടിച്ചിങ്ങനെ ആ കഴിച്ചിട്ടുണ്ടോ? ജീൻ ചേട്ടാ വാ വാ കഴിച്ചിട്ട് വാ. ആർക്ക് വേണ്ട കേട്ടോ. ഇനി ചേട്ടൻ കഴി. കഴിഞ്ഞ പീസ് ഞാൻ എടുത്ത കൊള്ളാവോ ഇല്ല അത് പറ. കൊള്ളാം, നന്നായിട്ടുണ്ട് കേട്ടോ. പറഞ്ഞു പറയിപ്പിച്ച പോലെ പറയട്ടെ എങ്ങനെയുണ്ട് പറ. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, അത്ര അടിപൊളിയായിട്ടുണ്ട്. എന്റെ കൂടെ ആര്യ ഉണ്ടാക്കി, ആവണ ഉണ്ടാക്കിയിട്ട് ഇവരാണ് സത്യം പറഞ്ഞതിന് ഇതിന്റെ എൻഡ് ഫുള്ള് ചെയ്തത്. ഞാൻ ആകെ 2 ഉണ്ടാക്കിയിട്ട് മാറിക്കളഞ്ഞു. പക്ഷെ ഇതിന്റെ പുറയിലെ പ്രോസസ്സിങ് മൊത്തം ഞാനാണ് ചെയ്തത്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്യണ്ടേ. അങ്ങനെ എല്ലാവരും കട്ട്ലേറ്റ് കഴിച്ചിട്ട് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ആക്ച്വലി സത്യം പറഞ്ഞാൽ കഴിച്ചില്ല. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റീലെടുത്തു. എൻ്റെ കസിൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും പ്രതീക്ഷിക്കാതെ ഒരുമിച്ച് വന്നിട്ട്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ റീലൊക്കെ എടുത്തു ചെറിയ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഭയങ്കര ബഹളം. അതുകൊണ്ട് ഞാൻ പുറത്ത് വന്നിട്ടാണ് എടുക്കുന്നത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബായ്.